ഞങ്ങളെല്ലാം പങ്കെടുത്തത് തികച്ചും സ്വകാര്യമായിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. സ്വകാര്യമായ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നളന്ദ ഓഡിറ്റോറിയത്തിൽ പിന്നെ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ട് ഉള്ള ഒരു പ്രോഗ്രാമാണ്. അത് ഇവിടുത്തെ സ്പോർട്സ് ഫ്രട്ടേണിറ്റി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ് അത് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട് സെമിനാറാണ് സത്യത്തിൽ, അത് സ്പോർട്സ് രംഗവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രതിനിധികൾ അവിടെ വന്ന് ഇത് ഷൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അവർ മിനിസ്റ്റർ സംസാരിക്കുന്ന സമയത്ത് ഇവർ സ്റ്റേജിൽ കയറി പിന്നെ ഷൂട്ട് ചെയ്യാൻ തയ്യാറായപ്പോൾ അവരിങ്ങോട്ട് വിളിച്ചു. എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? നമ്മൾ ആരോ ഉള്ള ഈ പാർട്ടി ഓഫീസിലെ മീറ്റിങ്ങുകളിൽ അവർ വരുമോ? ഇപ്പം ഞങ്ങളത് മാത്രമല്ല, ആരുടെയെങ്കിലും മീറ്റിങ്ങുകളിൽ സ്വകാര്യ പരിപാടി പോകാൻ പാടുണ്ടോ? അപ്പോൾ അവർ വന്ന് അപ്പോൾ സ്റ്റേജിൽ നിന്ന് സംസാരിക്കേണ്ടെന്നുള്ളത് നമുക്ക് സൈഡിലെ മുറിയിലേക്ക് നിന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് സംസാരിച്ചു. അവർക്കൂടെ അത് ബോധ്യപ്പെട്ടു. പക്ഷേ നമ്മൾ വേറെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയില്ല. അതും കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് അവർ പോയത്. അതിൻ്റെ മുകളിൽ വേറെ അവരത് ഞങ്ങൾ സംസാരിച്ചതിന് ശേഷം കുറേ സമയം അവരവരുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അവരോട് പറഞ്ഞു, ആ സമയത്ത് തന്നെ കലക്ടറോടും പോലീസ് കമ്മീഷണറുടെയൊക്കെ ഞങ്ങൾ വിളിച്ച് പരാതിയും പറഞ്ഞു. ഇങ്ങനെ ഞങ്ങൾ തികച്ചും സ്വകാര്യമായിട്ടുള്ളൊരു പ്രോഗ്രാമിൽ ഈ നിലയിൽ ഇവർ വന്ന് പിന്നെ ഷൂട്ട് ചെയ്യുന്നു. ഇപ്പോൾ തന്നെ പിന്നെ ഈ ചുമരെഴുത്തുകൾ അതുപോലുള്ള കാര്യങ്ങൾക്കെതിരെ സാധാരണ നിന്ന് വ്യത്യസ്തമായിട്ട് ചില നടപടികളുമായിട്ട് ഇവർ പോകുന്നുണ്ട്. അപ്പോൾ ആ കാര്യം മാത്രമാണ് പറഞ്ഞത്. അതിനകത്ത് വേറെ അസ്വാഭാവികമായിട്ടൊന്നും ഉണ്ടായില്ല. അസ്വാഭാവികമായിട്ടുള്ള ഒരു രീതിയിൽ വന്നത് ഇലക്ഷൻ കമ്മീഷൻ നിയോഗിച്ച ഒബ്സർവേഴ്സ് ആൾക്കാരായിരുന്നു. അവർ വന്നപ്പോൾ അവർക്കും അത് ബോധ്യപ്പെട്ടു. അവരോട് ആ നിലയിൽ സംസാരിക്കുകയാണ് ചെയ്തത്. അത് അവർ സ്റ്റേജിൽ വന്ന് ഷൂട്ട് ചെയ്യാൻ ചെയ്യുന്നു മിനിസ്റ്റർ സംസാരിക്കുന്ന സമയത്ത്. പക്ഷേ സ്ഥാനാർത്ഥി ഉള്ളതുകൊണ്ടായിരിക്കും അവർ വന്നിട്ടുണ്ടാവുക, തെരഞ്ഞെടുപ്പ് പ്രചാരണമെന്ന് കരുതിയിട്ട്. അല്ല, അത് തീർച്ചയായിട്ടും സ്ഥാനാർത്ഥിക്ക് പിന്നെ പബ്ലിക് പ്രോഗ്രാമിന് പോവുക, പൊതു സ്ഥലങ്ങളിൽ നടക്കുന്ന പരിപാടിയാണ് അവർ സാധാരണ നോക്കുന്നത്. അല്ലാതെ ഞങ്ങളുടെ കോൺഫിഡൻഷ്യൽ ഉള്ളിലുള്ള മീറ്റിങ്ങുകൾ അവർ നോക്കേണ്ട കാര്യമില്ല. ഞങ്ങളതിനൊന്നും എന്താ പറയുക തടസ്സപ്പെടുത്തുകയോ അങ്ങനെയൊന്നും ചെയ്തില്ല. ഇതിലേക്ക് കയറി വന്ന് ഷൂട്ട് ചെയ്തപ്പോൾ എന്താ നിങ്ങളിങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ സ്റ്റേജിൽ നിന്ന് സംസാരിക്കുന്ന സുഖമില്ലല്ലോ, മിനിസ്റ്റർ സംസാരിക്കുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് നിന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പുറത്തേക്ക് നിന്ന് സംസാരിച്ചു. അപ്പോൾ അതിൻ്റെ ഈ ഫോട്ടോഗ്രാഫർ ഉണ്ടല്ലോ, അദ്ദേഹം നിയോഗിച്ച ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു, അദ്ദേഹത്തെയും വിളിച്ച് പിന്നെ എന്താ കാര്യമെന്ന് ചോദിച്ചു. അപ്പോൾ അവർക്ക് പരാതിയുടെ അടിസ്ഥാനത്തിലോ മറ്റോ പിന്നെ ഇങ്ങനെ ഡയറക്ഷൻ വന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞത് പ്രൈവറ്റ് പ്രോഗ്രാമാണ്, പബ്ലിക് ആണെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം, പ്രൈവറ്റ് പ്രോഗ്രാമിൽ നിങ്ങൾ വരുന്നത് ശരിയല്ല എന്ന കാര്യം നമ്മുടെ നിലപാട് അവരോട് പറഞ്ഞു. അതിനുശേഷം അവർ മടങ്ങിപ്പോയോ? അവർ അത് കഴിഞ്ഞിട്ട് അവർ കുറച്ച് സമയം അവിടെ ഉണ്ടായിരുന്നു. അവിടെ എന്തെങ്കിലും മറ്റ് മോശമായ സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ടാണ് അവർ പോയത്. അവർക്കും അത് ബോധ്യപ്പെട്ടു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ ഞങ്ങളും പരാതി പറഞ്ഞിരുന്നു. പിന്നെ ഞങ്ങൾ ആ പരാതിനെ കൂടെ അങ്ങനെ സ്ട്രെസ് ചെയ്തില്ല. ഇത് കലക്ടറോടും പിന്നെ അധികാരികളോടും ഞങ്ങൾ ശ്രദ്ധപ്പെടുത്തുമല്ലോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ. നമ്മുടെ സ്വകാര്യ പരിപാടികളിൽ ക്യാമറകൾ വരുന്ന പരിപാടികളിൽ ആരുടെയും, ഞങ്ങളെ മാത്രമല്ല മറ്റുള്ളവരുടെ സ്വകാര്യ പരിപാടികളിലേക്ക് അവർ പോകാൻ പാടില്ല. അപ്പോൾ ഞങ്ങളത് ചോദിക്കുകയും ചെയ്തു, മറ്റാളുകളുടെ നിങ്ങൾ പോവുമോ, അത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ അവർക്ക് അവരുടെ ഒരു ഡയറക്ഷൻ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ വന്നിട്ടുണ്ടാവുക. അപ്പോൾ അത് അങ്ങനെയുള്ള ഒരു വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യം വന്നു കഴിഞ്ഞാൽ നടക്കുന്നത് ഞങ്ങൾ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല.